പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആകെ വിഷമിച്ച് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ കമന്ന് കിടക്കുവാണ്, സങ്കടപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട്, ഒക്കെയുണ്ട് വൈജയന്തി. അന്നേരം വൈജയന്തിയുടെ അടുത്തേക്ക് കൃഷ്ണമോളും ബബിതയും കൂടെ വരും. എന്നിട്ട് ബബിത ചോദിക്കുവാണ്, ഞങ്ങൾ ആരും അറിയാത്ത കുറേ സീക്രട്സ് അമ്മയ്ക്കുണ്ടോ ശരിക്കും എന്ന് ചോദിക്കുവാണ്. അന്നേരം ബബിതേനെയും കൃഷ്ണമോളെയും പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിക്കും. പക്ഷേ ഭയങ്കരമായ വൈരാഗ്യം തോന്നുവാണ് അലീനയോട് വൈജയന്തിക്ക്. അത് കഴിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തോട്ട് വരുന്നു. എന്നിട്ട് മുത്തശ്ശിയോട് പറയുവാണ് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അടങ്ങിയില്ലെങ്കിൽ എൻ്റെ ആഗ്രയിലെ കഥകളെല്ലാം മക്കളോടും ബാലേന്ദ്രനോടും പറയുമെന്ന് ഗംഗേട്ടൻ പറഞ്ഞു എന്നിങ്ങനെ പറയുവാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനോ മക്കളോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, പോയി മരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. ഈ സമയം ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രയും ഗുരുതരമായതുകൊണ്ട് തന്നെ ബബിതയും കൃഷ്ണമോളോട് സംസാരിക്കുന്നുണ്ട്. ബബിതയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അന്ന് കാമുകം വന്നപ്പോൾ അവിടുന്ന് ചാടിച്ചു വിട്ടതിൻ്റെ ദേഷ്യം ബബിതയുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അവിടുന്ന് അലീനെ ചാടിക്കണമെന്ന് അവളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണമോളെ സ്വാധീനിക്കുന്നു. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അലീന ചേച്ചി ഇവിടുന്ന് പോയാൽ പ്രശ്നങ്ങളെല്ലാം തീരും, അച്ഛനും അമ്മയും പരസ്പരം പിണക്കം മാറി മിണ്ടുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണമോൾ. അത് കഴിഞ്ഞ് അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ഈ കാര്യം തന്നെയാണ് പറയുന്നത്. അന്നേരം ആദ്യം അലീന പോകില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നീയും ഒരുമ്പിട്ട് തന്നെയാണോ എന്ന്. അന്നേരം മുത്തശ്ശിക്ക് ഞാൻ ഇവിടുന്ന് പോകണം എന്നല്ലേ ഇപ്പം എന്നിങ്ങനെ വിഷമത്തോടെ അലീന ചോദിക്കുമ്പം, ഒരു കുടുംബം നശിക്കാൻ പോകുമല്ലേ കുഞ്ഞ്, പിന്നെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അലീന ആകെ വിഷമത്തിലാണ്. ബാലേന്ദ്രൻ പോകണ്ട എന്ന് പറയുന്നു, ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പോകണം എന്ന് പറയുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.